അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിംഗ്. ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്ന് ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു അനുവിന്റെ അപ്പൂപ്പം പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരുപക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവളെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. അല്ല, അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്താക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാറായെന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മൂമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാവുമ്പോ നമുക്കും സന്തോഷാവും കേട്ടാ. ഇനി അമ്മൂമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മൂമ്മ ഉറങ്ങിക്കോ. അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം ഇങ്ങനെ പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് ചോദിച്ചു പറഞ്ഞു ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. എന്തായാലും ഞാൻ വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മെയിൻലി വന്നത്. എൻ്റെ അമ്മൂമ്മ നല്ല ഹാപ്പിയാണ് ഞാൻ വന്നതിൽ. തൻവിയുടെ ഈ ഒരൊറ്റ വീഡിയോ വലിയൊരു സൈബർ ബുള്ളിങ്ങിനാണ് കൃഷ്ണകുമാർ ഫാമിലിയെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അമ്മമ്മയെ ആരും നോക്കാനില്ലാഞ്ഞിട്ട് കാനഡയിൽ നിന്ന് കൊച്ചുമകൾ വരേണ്ടി വന്നിരിക്കുന്നു. അതും പുള്ളിക്കാരിയുടെ ജോലിയെല്ലാം കളഞ്ഞ് അമ്മമ്മയ്ക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു കൊച്ചുമകൾ. ആ ഒരു ലേബലിലാണ് തൻവി ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൻവിയുടെ ഈ വീഡിയോ വളരെയധികം എഫക്റ്റ് ചെയ്തിരുന്നത് സിന്ധു കൃഷ്ണയ്ക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരിയെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് പല റിയാക്ഷൻ ചാനൽസും അതുപോലെ കമന്റോളികളും. പൊതുവെ കൃഷ്ണകുമാർ ഫാമിലിയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കിട്ടിയൊരു അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻവിയുടെ ഈ വീഡിയോക്ക് മറുപടിയായി അഹാന കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. അഹാനയുടെ വീഡിയോയിലെ മെയിൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. My channel is not for stupid family issue explaining nonsense videos like this. പക്ഷേ ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു. ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് is so cheap and silly for us. So anyways, coming back to the point, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ is never the place
ടു ഈവൻ ഡിസ്കസ് ഫാമിലി ഡൈനാമിക്സ്. നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് പുതിയൊരു സ്വയം ഓരോരുത്തർക്ക് കൺവീനിയൻ്റ് ആകുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്തിടരുത് വൺ തിങ്, പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനൊരു കാര്യം വന്ന് ചെയ്തത് കൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. അഹാന പറഞ്ഞത് വളരെയധികം സത്യമാണ്. ഒരു ഫാമിലിയും പെർഫെക്റ്റ് അല്ല. പിന്നെ ഈ കുടുംബ വഴക്ക് തീർക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുമല്ല. പക്ഷേ നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't, I wish I didn't have to do this. പക്ഷേ അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മുമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മുമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. ചില ഫാമിലീസിൽ അതുപോലൊരു ക്യാരക്ടർ ഉണ്ടാവുന്നതാണ്. സോ ഇത് കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് നന്നായി തന്നെ മനസ്സിലാകും. അപ്പം അമ്മുമ്മ ഹാസ് ഓൾവേസ് ബീൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ് അപ്പൂപ്പം വയ്യാതായി കഴിഞ്ഞു. അപ്പം അമ്മുമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 bedroom, അറിയാമല്ലോ, 5 bedroom വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നേഴ്സസ് പോവും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നേഴ്സ് വന്നൊരു 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നേഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. ഇങ്ങനെ ഉപദ്രവിക്കുന്ന, ലൈക്ക് വി ആർ പേയിങ് ഫോർ ദ ഹോം നേഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നേഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നേഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മൂമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അഹാന ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഹാനയുടെ അമ്മമ്മയുടെ പ്രശ്നം OCD ആണ്. ഈ OCD ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവർക്ക് കുറ്റമുണ്ടാകും. പിന്നെ നമ്മുടെ വൃത്തി അത് അവർക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ അഹാന പറഞ്ഞത് തന്നെ കേട്ടില്ലേ, ഗ്രാൻഡ് ഫാദറിന് ബാത്റൂമിൽ പോയാൽ പോലും മര്യാദയ്ക്ക് റൂമിൽ കിടക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഇതെല്ലാം OCDയുടെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് പ്രായം കൂടിയതുകൊണ്ട് അതിൻ്റെ ലെവൽ കുറച്ച് ഹൈ ഗ്രേഡ് തന്നെയായിരിക്കും. ഇനിയും പ്രായമാകും തോറും അത് കൂടുക എന്നല്ലാതെ അതെന്തായാലും കുറയുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അമ്മമ്മയുടെ ഈ OCD കാരണമാണ് അവിടെയുള്ള ജോലിക്കാരെല്ലാവരും വിട്ടുപോകുവാൻ തന്നെയുള്ള കാരണം വലിയൊരു വീടാണെന്ന് അഹാന തന്നെ പറയുന്നുണ്ട്. അതെല്ലാം വൃത്തിയാക്കി കൊണ്ടുപോകുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. പ്രായവും OCDയും ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health, we were always having fights with her. ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മുമ്മയെ ഞാനുമായിട്ട് അടിയായിട്ട് അമ്മുമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹെർ?
വി കോൾഡ് ഹർ ആൻഡ് വി ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്ന് ഒന്ന് നോക്കാൻ പറ, കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു, എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു, did she really say that or are we imagining it? Like how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ്, അപ്പോൾ ഇതാണ് അമ്മമ്മയുമായിട്ട് തെറ്റുവാനുള്ള പ്രധാന കാരണം. ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നേഴ്സും കാര്യങ്ങളും എല്ലാം വോട്ടെവർ വി സപ്പോസ് ടു ഡു, അവരുടെ എന്താണ് വൈഫൈ, ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൽ ഡു, വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. കാരണം വി വർ ലൈക്ക്, ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രൂഫ് ഒന്നും പുറത്ത് വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ടെൽ മീ, ആനടന്ന് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി, കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും, ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു എളുപ്പമില്ല. കാരണം നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷനാണല്ലോ പുള്ളിക്കാരൻ, എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ വളരെ പേഴ്സണലായ ചില കാര്യങ്ങളാണ് അഹാന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവച്ചിരിക്കുന്നത്. അമ്മമ്മയുടെ ഭാഗത്തു നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കാക്കുവാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ വോയിസ് റെക്കോർഡ് ആർക്കും കേൾപ്പിച്ചു കൊടുത്തില്ല. അന്ന് തൊട്ടിട്ടായിരുന്നു അമ്മമ്മയുമായിട്ടുള്ള കോണ്ടാക്ട് ഇവർ നിർത്തിവെച്ചിരുന്നത്. പക്ഷെ എനിക്കത് ഓൺലൈനിലിട്ടൊന്നും എനിക്കതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്കിടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കിൾ, വി വർ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ 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 എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഈസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ. അമ്മൂമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം, ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മൂമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. സോ തൻവിക്ക് അറിയാമായിരുന്നു മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് എന്തുകൊണ്ടാണ് അമ്മമ്മയുമായി കോണ്ടാക്റ്റ് ഇല്ലാത്തത് എന്നുള്ളത്. അമ്മമ്മയുടെ സ്വഭാവം കാരണമാണ് എല്ലാവരും അമ്മമ്മയുമായി അകന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് അമ്മമ്മയുടെ കൂടെ ആരുമില്ലാതായിരിക്കുന്നത്. ഒറ്റപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥ പോലും വന്നിരിക്കുന്നത് അമ്മമ്മയുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. തൻവി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുന്നേ ആലോചിച്ചിട്ടില്ലേ, ഈ വീഡിയോ പബ്ലിക്കായി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ചോദിക്കും, അപ്പോൾ അമ്മമ്മയെ കാണാനൊന്നും ആരും പോകാറില്ലേ, സിന്ധു കൃഷ്ണയൊന്നും തിരിഞ്ഞു നോക്കാറില്ലേ എന്നുള്ള ചോദ്യം എന്തായാലും വരുമല്ലോ. അപ്പോൾ മനഃപൂർവ്വം അവരെ സൈബർ ബുള്ളിങ്ങിനായി ഇട്ടുകൊടുത്തതാണോ? ഫാമിലി ഇഷ്യൂ എല്ലാം അറിയുന്ന തൻവി എന്തിനാണ് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്? ആ ഒരൊറ്റ വീഡിയോ കാരണമല്ലേ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെയെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് പബ്ലിക് അറിയുവാൻ ഇടയായത്. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹാസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ, അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഫാമിലി ഇഷ്യൂ ആയ സമയത്ത് ആരും ഇത് ഇടപെട്ട് സോർട്ട് ഔട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം അറിഞ്ഞിരിക്കുന്ന തൻവി പോലും അമ്മമ്മയെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അഹാന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? സത്യം പറയാമല്ലോ, ഞാൻ ആദ്യം തൻവിയുടെ വീഡിയോ മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്.
ആ സമയത്ത് ഞാൻ വിചാരിച്ചു, അയ്യോ പാവം അമ്മാമ്മയെ നോക്കുവാൻ ആരുമില്ല. അപ്പാപ്പൻ മരിച്ചതിന് ശേഷം അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അഹാന കൃഷ്ണയും ഇവരെല്ലാവരും അവരുടെ ഫാമിലിയും ലൈഫുമായിട്ട് അവർ ഭയങ്കര ബിസിയാണ്. ആ പാവം ഒറ്റയ്ക്കാണ്. അതിനെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് തന്നെ കാനഡയിൽ നിന്ന് ഈ കൊച്ചുമകൾ വരേണ്ടി വന്നു. അതും ജോലിയും എല്ലാം ഒഴിവാക്കിയിട്ട് അമ്മാമ്മയ്ക്ക് വേണ്ടി മാത്രം വരികയാണെന്നായിരുന്നു തൻവി വ്ലോഗിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഹാനയുടെ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നതിന് മുന്നേ ഞാനും അഹാനയെയും കുടുംബത്തെയും തെറ്റിദ്ധരിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതുപോലൊരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരണ മാറിയിരിക്കുന്നത്. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമ്മൂമ്മയ്ക്കും അറിയാം, തൻവിക്കും അറിയാം. എന്നിട്ടും ഇങ്ങനൊരു പെർഫോമൻസ് എന്തിനു ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൂപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ്, ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെയൊക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മുമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മുമ്മ എവിടെ, തൻവി എവിടെ, അമ്മുമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു മനുഷ്യരുടെ കാര്യമാണ്. എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമോ എന്നറിയില്ല. ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൂപ്പൻ മരിച്ച ശേഷം നമ്മൾ അമ്മുമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. ഐ എം ഷുവർ ഇറ്റ്സ് എ ഗ്രേറ്റ് നറേറ്റീവ് ഫോർ കോണ്ടന്റ്. there's a lot of sympathy value, there's a lot of wow moments in it. ശരി, അങ്ങനെ ഒരു നറേറ്റീവ് തൻവിക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിലും ഉണ്ടാക്കായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ട്വീക്സ് ചെയ്യണമായിരുന്നു. ഷീ കുഡ് ഹാവ് സെഡ് ദാറ്റ് ഓക്കെ, അമ്മുമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മുമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു എല്ലാവരും കോൺടാക്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അമ്മുമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് അമ്മുമ്മ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. ബട്ട് അത് അമ്മുമ്മയുടെ കയ്യിലിരിപ്പ് കാരണമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മുമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ. പക്ഷെ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഈസ് പ്രോബബ്ലി ദ നറേറ്റീവ് ഷീ ഷുഡ് ഹവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ വാണ്ടഡ് എ നറേറ്റീവ്. അഹാന പറഞ്ഞ കാര്യമാണ് വളരെയധികം കറക്റ്റായിട്ടുള്ളത്. തൻവിക്ക് ഇതൊരു സിമ്പതി ആയിട്ടുള്ള ഒരു കോണ്ടന്റായി ക്രിയേറ്റ് ചെയ്യുവാനായിരുന്നോ താല്പര്യമുണ്ടായിരുന്നത്? തൻവിക്ക് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തൻവി എന്തിനാണ് ഇതുപോലൊരു കോണ്ടന്റ് ഉണ്ടാക്കിയത്? ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ സ്ക്രിപ്റ്റിൽ അഹാന പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരു ഫാമിലി മെമ്പറിന് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തിട്ട് വേണമായിരുന്നു തൻവിക്ക് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അമ്മാമ്മയെ നോക്കാൻ വന്ന തൻവിയെ തീർച്ചയായും സമൂഹം അംഗീകരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടുകഴിഞ്ഞാൽ അത് തീർച്ചയായും വൈറലാവുകയും തൻവി വിചാരിച്ച റീച്ച് തൻവിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ അതിന് മറ്റൊരു ഫാമിലി മെമ്പറിനെ വലിച്ചിട്ട് കൊണ്ടിട്ട് വേണമായിരുന്നോ? എന്തുകൊണ്ടാണ് സിന്ധു കൃഷ്ണയും ഫാമിലിയും അമ്മമ്മയെ നോക്കാത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ റീസൺ തൻവി അറിഞ്ഞു വെച്ചിട്ടും ഇതുപോലൊരു കോണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നോ? ആ വീഡിയോയിൽ തന്നെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു സൈബർ ബുള്ളിങ്ങിന് അവരെ ഇട്ടുകൊടുക്കേണ്ട ആവശ്യം പോലും തൻവിക്ക് ഉണ്ടായിരുന്നില്ല. He knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മുമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം ഷീ വാസ് ഓൾവേസ് ടെല്ലിങ് അസ് ദറ്റ് ഷീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹെർ ലൈഫ്. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. സി ഇഫ് ഷീ ഈസ് എൻ ഏഞ്ചൽ, ഗുഡ് ഫോർ ഹെർ. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ, എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്. ഡസ് തൻവി നോട്ട് നോ ദറ്റ് എത്രയോ കാര്യങ്ങൾ വി വുഡ് നെവർ ടോക്ക് ഓൺ കോൾ, എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ് സമയം. ഇതിനൊക്കെ പ്രൂഫുണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത? ഇങ്ങനെ വന്ന് ഇപ്പം ഡിറക്ട്ലി തൻവി എന്താ പറയുക, നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നൊന്നും തൻവിയുടെ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പറഞ്ഞും പറയാതെയും നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരാനുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട്. വിച്ച് ഇസ് ദ റീസൺ വൈ there was so many bad comments under that video. സത്യമാണ് പറഞ്ഞത്. തൻവിയുടെ വീഡിയോ കണ്ടപ്പോൾ തൻവി പറയാതെ തന്നെ പല നരേഷനും അതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ചെയ്തു കഴിഞ്ഞു. ഇതിനോടകം ഒരുപാട് പേരാണ് സിന്ധു കൃഷ്ണയെ അത്രയും വലിച്ചു കീറിയിരിക്കുന്നത്. ഇതെല്ലാം ആ ഒരൊറ്റ വീഡിയോയുടെ ഇമ്പാക്റ്റ് കാരണം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് മുഴുവൻ ക്ലാരിറ്റിയോടുകൂടി അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺട്രവേഴ്സീസ് നമ്മളെ വിട്ട് പോകുന്നതായിരിക്കില്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറയുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ്. കാരണം ഓർക്കണീറ്റപ്പോഴാണ് സിന്ധു അമ്മയ്ക്കും എൻ്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടതല്ല. പിന്നെ തന്നെ അമ്മൂമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഷീ ക്ലിയർലി നോസ് ദ റിയാലിറ്റി ആൻഡ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അവരാണ് ബാക്കി ഇങ്ങനെ ഒരു എക്സ്പ്ലനേറ്ററി കമൻറ്റ് ഇട്ടു. അതിൻ്റെ താഴെ ഒരുപാട് പേര് തൻവിയെ ബാഷ് ചെയ്ത് ദേ വർ പുട്ടിങ് കമൻറ്റ്സ് ദറ്റ് ദിസ് ഇസ് സോ റോങ്. കാരണം ഇങ്ങനെ തൻവി എന്തിനാ ഓരോ സമയം വന്ന് ഓരോരുത്തരുടെ കുറ്റം പറയുന്നത്. തൻവി ആ കമൻറ്റ്സ് ഇരുന്ന് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് കറക്റ്റ്ലി നമുക്ക്
ഈ ഇതിന് മുമ്പത്തെ പെർഫോമൻസ് ആണ് നമ്മളിതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. ഈ കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തൻവിയുടെ ഈ കമൻറ്റിൻ്റെ താഴെ എന്തായാലും തൻവിക്ക് ബാക്ക്ലാഷ് വരും, കാരണം അത് തന്നെയാണെന്ന് തോന്നുന്നു വന്നുകൊണ്ടിരുന്നത്. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻവി കമൻറ്റ്സ് തന്നെ ടേൺ ഓഫ് ചെയ്തു. കാരണം ആ വീഡിയോയിൽ ആദ്യം പറയുന്നുണ്ട് തൻവിയാണ് ഹോം നേഴ്സിന് പേ ചെയ്തത്, പിന്നെ പറയുന്നുണ്ട് തൻവി അല്ല ഹോം നേഴ്സിന് പേ ചെയ്തത്. അപ്പം ഇങ്ങനെ ഹാഫ് ബേക്ഡ് ആയിട്ട് ഇടുമ്പോൾ പിന്നെ അത് മതിയല്ലോ ആൾക്കാർക്കൊരു കഥ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഐ എം ഷുവർ തൻവി ഡസൻറ്റ് ഈവൻ നോ ഹോം നേഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഹോം നേഴ്സ് ഏജൻസി തൻവിക്ക് അറിയാമോ? ഇവിടെ എത്ര ഹോം നേഴ്സ് വന്നിട്ടുണ്ട്? വന്ന 20 അല്ലെങ്കിൽ 15 ഹോം നേഴ്സിൽ 5 പേരുടെ പേരെങ്കിലും തനിക്ക് അറിയാമോ? വെറുതെ ഇരുന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. വി നോ what all we were doing and how much my mother was spending. And അഹാന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തൻവിയേക്കാളും അപ്പാപ്പനെയും അമ്മാമ്മയെയും നോക്കിയിരുന്നത് അഹാനയും കുടുംബവുമാണെന്നാണ്. തൻവിക്ക് അവിടെയുള്ള ഹോം നേഴ്സുകൾ പോലും ആരാണെന്നോ അവർക്ക് എത്രയാണ് കൊടുക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് അഹാന പറഞ്ഞിരിക്കുന്നത്. തൻവി ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ആൾക്കാർ അസ്യൂം ചെയ്തെടുത്തതാണ് ദാറ്റ് ഷീസ് ബിൻ ദ ഓൺലി വൺ സ്പെൻഡിങ്. അപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ഉണ്ട്, സിന്ധു ആൻഡ് ഫാമിലി ദേ ആർ ബ്ലഡി റിച്ച് ടീംസ്, എന്നിട്ട് പോലും വയസ്സായ അച്ഛനമ്മേനും തിരിഞ്ഞു നോക്കില്ലെന്ന് അപ്പം പറയുന്നു. അത് നീ ഇല്ലാതെ ആരാ മക്കളെ നമ്മളെ നോക്കാനുള്ളത്? ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നേഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിലെ അല്ലറ ചില്ലറ പച്ചക്കറി എക്സെട്ര ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ മിനിമം വേണ്ടേ? തൻവി എല്ലാ മാസവും അമ്മൂമ്മയ്ക്ക് 50,000 രൂപ എങ്കിലും ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു പുട്ട് ഔട്ട് എ പ്രൂഫ് ആൻഡ് ലൈക്ക് ഷോ ഇറ്റ്? ആസ് ഫാർ എസ് വി നോ, അമ്മുമ്മ തൻവിയെ വിളിച്ച് നല്ല ഡോസ് കൊടുക്കും. തൻവി കാശാക്കി അമ്മുമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻവിക്ക് കാനഡയിൽ പോകാൻ എത്രയോ ലാക്സ് പലരും കൊടുത്തതിൽ ഇവരും കൊടുത്തിട്ടുണ്ട്. അപ്പം when they need the money, it is Tanvi's responsibility to be sending something. അപ്പോൾ തൻവി പറ്റുന്ന മാസങ്ങളിൽ തൻവിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും. അത് മോസ്റ്റ്ലി അമ്മുമ്മയുടെ പോക്കറ്റ് മണി ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ അപ്പൂപ്പൻ്റെ മരുന്ന്, അപ്പൂപ്പൻ്റെ ഹോം നേഴ്സ്, അവരുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നവർ എൻ്റെ അമ്മയായിരുന്നു. പിന്നെ ട്രൈങ് ടു മേക്ക് നാരറ്റീവ്സ് ലൈക്ക് അവിടെ ഇരുന്ന ഒരാളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ നമ്മളെല്ലാവരും തിരിഞ്ഞു പോലും നോക്കാനില്ല. അപ്പൂപ്പന് സെപ്റ്റംബറിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇപ്പോൾ കാനഡയിൽ ഇരുന്ന് എല്ലാം നോക്കുന്ന തൻവിക്ക് അന്ന് അപ്പൂപ്പന് ചെയ്ത സർജറി എന്താണെന്നറിയാവോ? അപ്പൂപ്പൻ്റെ ഏത് ബോഡി പാർട്ടിൽ എന്ത് പ്രൊസീജിയറാണ് എക്സാക്ട്ലി ചെയ്തതെന്നറിയാവോ? ഐ മീൻ ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡോക്ടർ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ എന്തെങ്കിലും അറിയാവോ? കാരണം ഒരിക്കൽ പോലും എന്നോടൊന്നും വന്ന് ചോദിച്ചിട്ട് പോലുമില്ല ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അമ്മൂമ്മയുടെ എന്തായാലും ചോദിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് മൈ ഗ്രാൻഡ് മദർ ഡെഫിനറ്റ്ലി ഡസൻ നോ വാട്ട് ഇസ് അപ്പോൾ പിന്നെ നെഞ്ചിലായിരുന്നോ പ്രശ്നം, ബ്രെയിനിലായിരുന്നോ പ്രശ്നം എന്ന് പോലും അമ്മൂമ്മയ്ക്ക് അറിഞ്ഞൂടാ. അപ്പം തൻവി ഒരിക്കൽ പോലും വന്ന് ചോദിച്ചിട്ട് പോലും ഇല്ലല്ലോ. എനിക്ക് എൻ്റെ ഉറക്കത്തിൽ ചോദിച്ചവർ ഐ കൻ ടെൽ യു പുള്ളിയുടെ ഏത് പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഏത് ആർട്ടറിയിൽ എന്ത് സർജറിയാണ് പെർഫോം ചെയ്യുന്നത് ലൈക്ക് എ ഡോക്ടർ ഐ കൻ ടെൽ യു, ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ വി വർ ഓൾ ഇൻവെസ്റ്റഡ് ഇൻ ഹിസ് ബിഗ് ആൻഡ് സ്മോൾ ഡിസയേഴ്സ്. വി വർ സോ കൺസേൺഡ് ആൻഡ് ബോതേർഡ് അബൌട്ട് ഹിസ് ബിഗ് സ്മോൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ദാറ്റ് വെൻ ഒരാൾ വന്ന് ഹാഫ് ബേക്ഡ് ആയിട്ട് ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ചില കാര്യങ്ങൾ പറയുന്നതിൽ കയറി പിടിച്ച്. തൻവിയുടെ വീഡിയോയിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. പേഴ്സൺ ലിവിങ് ഇൻ ദ ഹൗസ് ഇസ് ദ റീസൺ ഫോർ ദിസ് മെസ്. ആൻഡ് ഒരു മെയ്ഡിനെ പോലും അവിടെ സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ മറ്റേ ബാക്കിയുള്ളവരെ ബന്ധുക്കളെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ലേ, ഇറ്റ്സ് സച്ച് എ പത്തറ്റിക് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ദാറ്റ് ഒരാൾ മറ്റൊരാളെ പറ്റി, മറ്റൊരു ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുവാണ്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളിപ്പോൾ അവർ സക്സസ്ഫുൾ ആണ്, അവർ പോപ്പുലർ ആണ്, അതും കൂടിയാണെങ്കിൽ ഇവരെ പറയണ്ട. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്തങ്ങ് തെറിവിളി തുടങ്ങുക. ഈ ഓരോ 2 മാസം കൂടുമ്പോഴും നമ്മളായിട്ട് ബന്ധമുള്ളതും ബന്ധമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ആൾക്കാർ മോശം പറയുന്നു, തെറി വിളിക്കുന്നു ചെയ്യുമ്പം ഡു യു തിങ്ക് ദാറ്റ് നമ്മുടെ ഈ ഹാർട്ടിലിരിക്കുന്ന ഒരു ഹാർട്ട് ഉണ്ടല്ലോ, വോട്ട് യു തിങ്ക് ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ്? ഡു യു തിങ്ക് ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ലൈക്ക് ഗ്രാനൈറ്റ് ഓർ വുഡ് ഓർ മെറ്റൽ ദാറ്റ് എന്തുകൊണ്ടാലും ഒന്നും ഫീൽ ചെയ്യില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ടിൻ്റെ ആ മെറ്റീരിയൽ കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ട് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, പൊതുവേ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ഗെറ്റ് ടാർഗറ്റഡ്. അത്ര ചിന്തിക്കാനുള്ള, അതായത് ഇപ്പം നിങ്ങളോട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ തന്നെ അങ്ങ് ഫീലായി. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെൻ വി ഹവ് ഡൺ നോ ഹാം ടു യു, നമ്മൾ ഇപ്പോൾ എത്രയോ എന്നെ തരുളി നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങളായിട്ടൊരു ഒരു ഒരു എഫക്റ്റ് ഇല്ല, നമ്മൾ ഒരു കണക്ഷൻ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളെ ഇങ്ങനെ വന്ന് തെറിയുമ്പോൾ ഒരു സെക്കൻഡ് ചിന്തിച്ചൂടെ? അവരും നമ്മളെ പോലത്തെ മനുഷ്യരല്ലേ. അഹാന പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ്.
ചില ആളുകളുടെ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഒന്ന് കാണണം. കേട്ട പാതി കേൾക്കാത്ത പാതിയുള്ള ഓരോ വീഡിയോസാണ് പല ആളുകളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ വലിച്ചു കീറാൻ കിട്ടുന്ന അവസരം അവർ നന്നായി തന്നെ മുതലാക്കുകയും ചെയ്യും. എന്നാൽ നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനൽസും വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു ഭാഗം മാത്രം കേൾക്കാതെ രണ്ടു ഭാഗത്തു നിന്ന് വരുന്നത് കേട്ടതിന് ശേഷം മാത്രം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. എന്തായാലും തൻവിക്ക് തൻവി ചെയ്ത വീഡിയോ പാളിപ്പോയെന്ന് മനസ്സിലായി. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി തൻവി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു പോയത്. എന്തോ പേടിച്ച് സംസാരിക്കുന്ന പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും പുള്ളിക്കാരിയുടെ വീഡിയോയിൽ അഹാനയ്ക്കുള്ള മറുപടിയായി പറയുന്ന ചില കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്. അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. തൻവി ഈ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നാട്ടിൽ വന്നതിന് ശേഷമായിരുന്നില്ലേ? അപ്പോൾ തൻവിക്ക് അറിയാമായിരുന്നില്ലേ അമ്മാമ്മ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളത്? പിന്നെ ആ ഒരു ക്ലാരിറ്റി നൽകാതെ എന്തിനായിരുന്നു തൻവി ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്? അമ്മാമ്മയുടെ വീഡിയോ കോളിൻ്റെ ഭാഗം കാണിച്ചതിന് ശേഷം തൻവിക്ക് അപ്പോൾ തന്നെ പറയാമായിരുന്നു ഈ വീഡിയോ കോൾ ചെയ്തത് എന്നെ നാട്ടിലേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള അമ്മാമ്മയുടെ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. ഇങ്ങനെ രീതിയിലേ ചെയ്യാവോ, അങ്ങനെ രീതിയിലേ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡയിൽ പോണ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അഹാന പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് തൻവിയും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അമ്മാമ്മയ്ക്കുള്ള OCDയുടെ ഇഷ്യൂവും അമ്മാമ്മയുടെ കൂടെ നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യവുമെല്ലാമാണ് തൻവി ഇപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് അപ്പൂപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ആ കാര്യം കഴിഞ്ഞു. ആകെ മൊത്തം കോൺട്രവേഴ്സീസ് മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഈ വെറും 2 വാക്കാണ് ആ വീഡിയോയെ പറ്റി തൻവി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലിയന് വേണ്ടി ഞാൻ ഓടാത്തൊരു സ്ഥലമില്ല. അവിടെ ആശുപത്രി എന്തെങ്കിലും സമയത്ത് കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. ഇപ്പോൾ അമ്മൂമ്മയുടെ കാര്യം നോക്കാം, മോൻ്റെ കാര്യം നോക്കാം. ഇതപ്പോൾ ക്ലാരിറ്റിയോടുകൂടി തൻവിക്ക് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? മോൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കൂടെ അമ്മാമ്മയുടെ കൂടെയും നിൽക്കാമെന്നുള്ള ഒരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? തൻവിക്ക് ഇത് പാർട്ട് 1 പാർട്ട് 2 ആക്കി വലിയ കോണ്ടന്റ് ആക്കാനായിരുന്നോ തൻവി ഉദ്ദേശിച്ചിരുന്നത്? ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഇതിനുള്ളൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഹോം നഴ്സിനാണ് ഞാൻ പൈസ കൊടുത്തത്. പക്ഷേ ഹോം നഴ്സിനല്ല, ജോലിക്ക് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പൈസ കൊടുത്തത്. ഏതാണെന്ന് എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞുകൂടാ. ഞാൻ അമ്മൂമ്മയ്ക്ക് പൈസ അടിച്ചു കൊടുക്കും, അമ്മൂമ്മ ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും. കാരണം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇത്ര രൂപ ഒരു മാസം, ചില സമയത്ത് അമ്മൂമ്മയുടെ എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാകുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ അയച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കും. എല്ലാം എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബാക്കിയെല്ലാം സിന്ധോമ്മ അവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഇത് അഹാന ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായി കരുതുന്നു. അപ്പം അങ്ങനെ എന്തായാലും ലിയൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം. മെയിൻലി ഞാൻ വന്ന ലിയന് വേണ്ടിയിട്ടാണ്. സോ ഈ വരവിൻ്റെ ലക്ഷ്യം അമ്മാമ്മയെ നോക്കുവാൻ വേണ്ടി മാത്രമല്ല, സ്വന്തം മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു തൻവി കാനഡയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തൻവിയെക്കുറിച്ച് പറയുന്നത് അമ്മാമ്മയെ നോക്കുവാൻ വേണ്ടി കൊച്ചുമകൾ അവിടെയുള്ള നല്ല ജോലിയെല്ലാം വിട്ടു വന്നിരിക്കുന്നു, ആരും അമ്മാമ്മയെ നോക്കുവാനില്ല എന്നിങ്ങനെയുള്ള പല കഥകളാണ് കറങ്ങി നടക്കുന്നത്. എന്തായാലും അഹാനയുടെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് കഥകൾക്കെല്ലാം ഒരു അടക്കം കിട്ടിയതായിരുന്നു. ഇപ്പോൾ തൻവിയുടെ വീഡിയോ വന്നതോടുകൂടി ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.